നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഞങ്ങള് വീണ്ടും കൂടിയിരിക്കുകയാണ്. ജയ്സ നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? കുറെ നാളുകൾക്ക് ശേഷം. അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എപ്പോഴും കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുമിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതലും അടുത്ത് വരുന്നത്. അപ്പൊ എന്തായാലും ഇന്നൊരു വിഷയം ഉണ്ടായിരിക്കുകയാണ്. കുമ്മമൂഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആന ഇറങ്ങി ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുക. ആന ഇപ്പോഴും അവിടെ ലൈവ് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്കത്തെ ചില കാര്യങ്ങളാണ്. കാര്യം ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖല, ജനവാസ ഏരിയയിലെ ചില കാഴ്ചകളാണ് കാണിക്കുന്നത്. നമ്മൾ ഈ പോകുന്ന റൂട്ടിലെ ഇതെന്ന് പറഞ്ഞാൽ പോകുന്ന റൂട്ടിലെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ആറെന്ന് പറഞ്ഞാൽ നമ്മുടെ പമ്പയാറല്ലേ, പമ്പയാറാണ് ഈ സൈഡിൽ കാണുന്നത്. ഈ തൊട്ട് താഴെ കാണുന്നത് പമ്പയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാണിത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറുമമൂഴിക്കുള്ള യാത്ര. അപ്പോൾ പോകുന്ന വഴിക്കത്തെ ചെറിയ യാത്രകളൊക്കെ കാണിക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് പമ്പയാറ്. പമ്പയാറിൻ്റെ തീരത്താണ് ആന ഇറങ്ങി നിൽക്കുന്നത്. ആന വലിയ ശല്യമായിട്ട് വന്നിരിക്കുകയാണ്, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഞങ്ങൾ പോകുന്ന വഴിക്കത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാട് പഞ്ചായത്തില് നിരന്തരമായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പശുവിന് റോഡിൽ പശു ഇറങ്ങി. പശുവിന് അയ്യോ അത് ഭയങ്കര സീനാണ്. പശുവിനെ നമ്മളിപ്പം യൂത്ത് കെയറിന്റെ ഭാഗമായിട്ട് യൂത്ത് കെയർ പെരുന്നാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പശുവിനെ റോഡിൽ നിന്ന് പിടിച്ച് അത് ലേലം ചെയ്ത് അതിൽ കിട്ടുന്ന പണം നമ്മൾ ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ യൂത്ത് കെയറിന്റെ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നിരന്തരമായിട്ട് പഞ്ചായത്തിൽ ഈ 6 മാസത്തിന് മുമ്പേ കൊടുത്തിട്ടുണ്ട് ഈ പശുവിനെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടണം. ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക്, 2 വീലർക്ക് എല്ലാ മലയാള മാസം 1-ാം തീയതിയും പിന്നെ നട തുറക്കുന്നുണ്ട് ശബരിമലയിൽ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നും വരുന്ന നിരവധി ഭക്തരുണ്ട്. അവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാകും. ബൈക്കിലൊക്കെ വരുന്നവരുണ്ടോ? ബൈക്കില് കണ്ണന്റെ മണ്ണിൽ ഒരു പയ്യൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഈ പശു റോഡിലും കണ്ട് കിടന്നിട്ട് ആ റോഡിൽ നിന്ന് പെട്ടെന്ന് ജപ്പാൻ എന്ന് പറയുന്നത് അന്ന് ഗുരുതരമായ പരിക്കേറ്റു. അങ്ങനെ എന്നിട്ട് പോലും ഈ നാട്ടിലെ വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. പാമ്പിടിച്ചവർക്ക് അവസ്ഥ ഒരുപാടുകൾ ഉണ്ടാകുന്നുണ്ട്. കൃഷി നശിപ്പിക്കുന്നുണ്ട്. കൃഷി അതാണ് വലിയ വിഷയം. അതാണ് ഒരുപാട് ആളുകൾ ഇവിടെ റബ്ബർ തൈ നട്ടിട്ടുണ്ട്. ആ തൈയൊക്കെ കയറി വേലി പൊളിച്ച് കയറി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചോദ്യം ചെയ്യുന്ന ഇതിന്റെ മാനേജ്മെന്റിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ചില ആളുകൾ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ മാനേജ്മെന്റുകൾക്ക് അതിന് കങ്ങാണിമാരുണ്ടായിരിക്കും ഇത് നോക്കാൻ വേണ്ടി. ആ കങ്ങാണിമാർ ഇത് ചോദ്യം ചെയ്താൽ കങ്ങാണിമാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായി. അത് പിന്നെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഫോൺ വഴിയാണ് ഇതിനെ പിടിച്ചിട്ട് വയനാട് തന്നെയല്ല, ഇവിടെ ഒരുപാട് ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. പെരുന്നാട് പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇത് നമ്മൾ വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും ആശങ്കയും നമ്മൾ തന്നെ യൂത്ത് കെയർ തന്നെ അത് അകറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വലിയൊരു കാര്യമാണ്, വലിയൊരു ഇൻസിഡന്റ്. കാരണം ഇപ്പൊ എത്ര പേര് ആക്സിഡന്റ് ഉണ്ടായി? നമ്മുടെ അറിവിൽ തന്നെ ഒരു 3-4 പേര് ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു. ഇത് നട റോഡിലാണ് കിടക്കുന്നത്. പലപ്പോഴും മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. കഴിഞ്ഞ ശബരിമല സീസൺ സമയത്ത് നമ്മളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി നല്ലൊരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലും ശബരിമല സീസൺ സമയത്ത് പോലും ഇതിനെ മാറ്റുവാനുള്ള നടപടികൾ പഞ്ചായത്ത് സെക്രട്ടറി തീരുമാനം എടുക്കുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ആ പഞ്ചായത്ത് സെക്രട്ടറി തീരുമാനം എടുക്കുന്നില്ല. പഞ്ചായത്ത് ഭരണസമിതി, പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനം എടുക്കുന്നില്ല. ഈ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് അവസാനിപ്പിക്കണം. ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിന് ഒരു നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങളിപ്പം ഇന്ന് രാത്രി തന്നെ ഇറങ്ങിയാണ്. കൃത്യമായിട്ടും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞിടയ്ക്ക് പരാതി കൊടുത്തിരുന്നു. അവിടെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തൈ നശിപ്പിക്കുന്ന ഇന്ന ആളുടെ പശുക്കൾ നമ്മൾ പരാതിയിൽ നോട്ട് ചെയ്തുകൊണ്ട് അവരെ വിളിപ്പിച്ച് ഇപ്പം അവർക്കെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ പഞ്ചായത്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത് പഞ്ചായത്താണ്. അന്നേരം ലക്ഷക്കണക്കിന് രൂപയുടെ
കൃഷി നശിപ്പിക്കുക. ഈ റോഡ് സൈഡിലുള്ള പുതുക്കട തൊട്ട് പെരുന്നാട് പഞ്ചായത്തിന്റെ പരിസരത്ത് വരെയും പശു എത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അന്നേരം ആ പെരുന്നാട് പഞ്ചായത്തിന്റെ ഈ 2 സൈഡുകളിലായിട്ടും ചെറിയ ചെറിയ കൃഷിയും കപ്പയൊക്കെ നട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ. ഇതൊക്കെ ഗേറ്റ് തുറന്ന് ബലമായിട്ട് ഇടിച്ചു തുറന്ന് കയറി ചെന്നിട്ട് ആ കൃഷി നശിപ്പിക്കുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പുതുക്കട തൊട്ട് പെരുന്നാട് പഞ്ചായത്ത് പരിസരത്ത് വരെ. പെരുന്നാട്ടിലോട്ട് എത്തിയിട്ടില്ല. മടത്തുമൊഴി ജംഗ്ഷനിലൊക്കെ ഇത് രാത്രി കാലങ്ങളിൽ ചുമ്മാതെ കിടക്കുകയാണ്. നമ്മളിപ്പം രാത്രി വണ്ടി കൊണ്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് അതുകൊണ്ട് അവിടെ ഒരു പുള്ളിപ്പശു ഉണ്ട്. എന്റെ പൊന്നെണ്ണ കണ്ടു കഴിഞ്ഞാൽ പുള്ളിപ്പുലി രാത്രി. അല്ല, അത് ഈ പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കടുവ പോലുള്ള വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പെരുന്നാട്ടിൽ ഒരു പിന്നെ ആക്രമണം ഉണ്ടായിട്ടുള്ളതെല്ലാം ഈ പശുക്കൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അന്നേരം അതുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ തീറ്റയുണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലായ അടിസ്ഥാനത്തിലാണ് ഈ പശുക്കളെ കെട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായിട്ട് ഇടപെടണം. ഇത് വന്യജീവിയുടെ ആക്രമണം ഒരു സൈഡിൽ കൂടെ, പശുക്കളുടെ ആക്രമണം വേറെ ഒരു സൈഡിൽ കൂടെ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. അതുപോലെ ടൂ വീലർ നമ്മൾ പറഞ്ഞില്ലേ, ഈ കണ്ണന്നുമണ്ണ് സ്വദേശി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡിലെ കണ്ണന്നുമണ്ണ് സ്വദേശിയായ ഒരു വ്യക്തി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ, ഒരു ചെറുപ്പക്കാരൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹം മാസങ്ങളോടെ മെഡിക്കൽ കോളേജിൽ തലയോട്ടി ഏതാണ്ട് ഇറക്കി വയറ്റിൽ വെച്ച് ഇപ്പം വലിയ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കി. എന്തായാലും വളരെ സങ്കടമുണ്ട്. കാര്യം ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേ നമ്മുടെ കാര്യം മിക്ക ആൾക്കാരും മിണ്ടുന്നില്ല. അവരവർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേ അതിന്റെ സുഖം അറിയത്തില്ല. കാരണം ഞാൻ ആ വീട്ടിൽ പ്രവർത്തകരായ ഞങ്ങൾ അത് കൃത്യമായി വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. അവർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ നടപടി എടുക്കുന്നില്ലെങ്കിൽ എന്താണ്? അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് പെരുന്നാട് പഞ്ചായത്തിൽ ഗോശാലകളില്ല, ഇതിനെ പിടിച്ചോണ്ട് പോകാൻ ഗോശാലകളില്ല. ഗോശാല ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിന്റെ ഗോശാല ഇവിടെ നിലയ്ക്കലുണ്ട്, അവിടേക്ക് കൊണ്ടുപോകണം. ആ ഗ്രാമപഞ്ചായത്തിലല്ലേ നിലയ്ക്കല്, അതിന് അവിടേക്ക് കൊണ്ടുപോകണം. ഇത് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. അത് തന്നെ എന്ത് ചെയ്യാനാണ് ജയ്സ? അല്ലെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ഓപ്ഷൻസും എല്ലായിടത്തും നമ്മളെ ഈ പൊതുപ്രവർത്തകരായ ആളുകൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അവഹേളിക്കാതെ അവരെ എങ്ങനെയും കേസിൽ കണ്ടില്ലേ? ഫോറസ്റ്റുകാർക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത്? കേരള ഗവൺമെന്റ്. ഈ കേരള ഗവൺമെന്റ് പൈസ വരുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നികുതിയല്ലേ? അപ്പൊ ഈ നികുതി പൈസയും കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ട സംരക്ഷണം നൽകേണ്ടതിന് പകരം അവരിപ്പോ തന്നെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. ആന ഇറങ്ങി ഒരു വീട് മൊത്തം അടിച്ച് നശിപ്പിച്ചു. ആന ഇറങ്ങി ആറ്റി നിൽക്കുക. സാറുമാര് പോയി അത് കാട്ടിലാന്ന് പറഞ്ഞ് സാറുമാര് പോയെന്നും. എങ്ങനുണ്ട്? മിടുക്കല്ലേ? എങ്ങനുണ്ട്? ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഇതിനെ ഓടിച്ച് അതായത് അതിനെ പിടിച്ചോണ്ട് ഉൾക്കാട്ടി വല്ലതും കൊണ്ട് വിടുവോ? എന്തെങ്കിലും ചെയ്യാം. ജനങ്ങൾക്ക് സ്ഥിരം ഇങ്ങനെ ഭീഷണികൾ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് മലയോര ജനങ്ങൾ എങ്ങനെ ഇത് ചെയ്യും? അതിൻ്റെ കൂടെ ഇപ്പോൾ ഇപ്പോൾ പല പരിസ്ഥിതി നിയമങ്ങളും വരുന്നുണ്ട്. ഇവിടെ തന്നെ കോറികൾ പൊട്ടിക്കുന്നു. എന്തുമാത്രം കോറികളുണ്ട് ഇവിടെ, അതല്ല അതിനെപ്പറ്റി അറിയാമല്ലോ. നമ്മളിപ്പോൾ പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രകൃതിക്ക് നാശം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഒരു സാധാരണപ്പെട്ടവൻ ചെന്നൊരു കല്ല് പൊട്ടിക്കാൻ ചെന്ന് സമ്മതിക്കുകയല്ല. കുത്തക മുതലാളിമാരും കുത്തക ടീമുകളും മാത്രമാണ് ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പല റിപ്പോർട്ടുകളും നമ്മൾ മുണ്ടക്കൈ തന്നെ കണ്ണു തള്ളിപ്പോയി. പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി സാധാരണക്കാരന് ഒരു അയലോക്ക വിഷയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവൻ റിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇന്ന് കേരളത്തിൽ പല വിഷയം പ്രമുഖരുണ്ടാക്കുമ്പോൾ ആ അവർക്കൊന്നും ഒരു വിഷയമില്ല. സാധാരണപ്പെട്ടവനെ റിമാൻഡ് ചെയ്യുക. സാധാരണപ്പെട്ട ഞാൻ 14 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എത്രയോ ദിവസം റിമാൻഡ് ചെയ്യുകയാണ്. പാവം പഠിച്ചവൻ ചിലപ്പോൾ അയലൊക്കെ വഴക്കായിരിക്കും. ആ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുകയാണ്. ഇന്നലെ തന്നെ എക്സൈസുകാർ കാണിച്ചു. നമ്മൾ ഒരു വിഷയം പറയല്ലോ, വഴിയരികിരുന്ന് റോഡിൽ ഇരുന്ന് മദ്യപാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല, അത് തെറ്റാണ്. പക്ഷെ അവരെ പിടിച്ച് തള്ളേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. തല്ലിയിട്ട് ഇപ്പോ അതായത് വിളിച്ചു പറഞ്ഞ ആൾക്കാരെ എല്ലാം വിളിച്ച് ഭീഷണിപ്പെടുത്തുക. പെരുന്നാട് എക്സൈസ് ഓഫീസിൽ നിന്ന് മെസ്സേജുകൾ അയക്കുന്നു, ഭീഷണി മെസ്സേജുകൾ അയക്കുന്നു. പാമ്പല്ലേ
വണ്ടി കയറിയില്ലല്ലോ. വണ്ടി കയറി കിടക്കുന്നതാണോ? നമ്മുടെ വണ്ടി അല്ലല്ല, വണ്ടി കയറിയിട്ടില്ല. വേറെ ഏതോ വണ്ടി കയറി കിടക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ലല്ല, അതുകൊണ്ടുണ്ടോ അല്ലേ? അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. ആണോ? അങ്ങനെ തന്നെ കിടക്കുമോ? ഒരു പാമ്പ് കിടക്കുന്നുണ്ടോ? അതിന് ദേഹത്ത് എന്തോ പാട കണ്ട് കിടക്കുന്നു കേട്ടോ. ചെറുകപ്പ നമുക്ക് വണ്ടി ഒരുപാട് ഒഴിഞ്ഞല്ലേ? അളിയ വണ്ടി കയറി ചത്തു പോയി കേട്ടോ. ആണോ? വണ്ടി കയറി ചത്തു. ഇതാ എന്താ ഇതാണ് മൂക്കനല്ല, ഇത് ചേരപ്പാമ്പ്. അയ്യോ, എന്ത് ചെയ്യാനാ, ഓരോരുത്തർ വണ്ടി കൊണ്ട് കയറ്റുവേ. അത് കാണത്തില്ലായിരിക്കും ചിലപ്പോ. ഈ റോഡിൽ കൂടെ പോകുമ്പോഴേ പാമ്പുകൾ പെട്ടെന്ന് എഴഞ്ഞു മാറത്തില്ല, കാണത്തില്ല. പെട്ടെന്ന് എന്തായാലും അതെ മൃഗങ്ങളെ നോക്കിയായിരിക്കുക അല്ലേ. അതുങ്ങളും ആവശ്യത്തിന് വേണം. കൂടുതൽ പെറ്റി പെരുകുന്നത് അതും മനുഷ്യനായാലും മനുഷ്യനും അതിന്റെ ഒരു സമയത്ത് മനുഷ്യനും അധികമായ അമൃതം വിഷമാണ്. അത് നമ്മൾ അടച്ചാക്ഷേപിക്കുമല്ല. അതെ, ഇപ്പോ ഇവിടെ തന്നെ കള്ളിങ് എന്ന് പറഞ്ഞ എന്തെല്ലാം പ്രതിഭാസമുണ്ട്. കറക്റ്റായ കാര്യങ്ങൾ പറയുമ്പോൾ നിയമമാണെന്നാ പറയുന്നത്. ജനങ്ങൾ ചാകുന്നതിന് യാതൊരു നിയമവും ഇല്ല, അവരുടെ നികുതി വാങ്ങിക്കുന്നതിനൊന്നും യാതൊരു നിയമവും ഇല്ല, ഒന്നുമില്ല. എത്രയോ പേര് നിരപരാധികളായ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ തന്നെ കണ്ടില്ലേ, കള്ളക്കേസിൽ കുടിക്കുന്നതിന് ഒരു ഇപ്പോഴത്തെ വാർത്താ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി യുവാവ്, ആ ആദിവാസി യുവാവ് പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വലിയ കോലുകളൊക്കെ സൃഷ്ടിച്ചു. അങ്കമാലിയാണോ അടിമാലിയാണോ അപാധം കണ്ട് വലിയ കോലുകളൊക്കെ സൃഷ്ടിച്ചു. ജയിലിൽ കിടക്കാനുള്ളതെല്ലാം ജയിലിൽ കിടന്നു. ആ പാവം പിടിച്ചവന്റെ എല്ലാ ഇതും വേദിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ കിടക്കാനുള്ളതിൽ ജയിലിൽ കിടന്നിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് അറിയുന്നത് അവൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അപ്പൊ ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റ് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയല്ലേ നടപടി എടുക്കത്തില്ല. സംരക്ഷണമാണ്, എല്ലാ മേഖലകളിലും സംരക്ഷിക്കാവുന്ന. അത് സാമുദായികപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും എല്ലാ ആളുകളെയും സംരക്ഷിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്, അതൊരു പവർ ഗ്രൂപ്പ് എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അത് എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ഒരു പവർ ഗ്രൂപ്പ്. ഇപ്പൊ തന്നെ ഈ സംഘടനകളാണ് വിഷയം മൊത്തം. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും സംഘടനകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സംഘടന വേണ്ട എന്നല്ല, വേണം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണം. പക്ഷെ അത് ജനങ്ങളുടെ മെക്കിട്ട് കയറാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാക്കി തീർക്കുന്ന. അതുപോലെ തന്നെ അഞ്ചൽ ആ പ്രദേശത്ത് ഒരു ഓട്ടോ ഡ്രൈവർ, ആ ഓട്ടോ ഡ്രൈവറെ മോഷണ കേസിൽ പിടിച്ചു. അതിപ്പോ നടന്ന സംഭവമല്ല, കുറെ നാളുകൾക്ക് വലിയ കോലുകൾ സൃഷ്ടിച്ച ഒരു സംഭവമാണ്. ആ മോഷണ കേസ് പിടിച്ചിട്ട് പുള്ളി ഒരു സെക്കൻഡ്, ഇതല്ലേ നമ്മുടെ പെരുന്തേനരുവി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ് കേട്ടോ പെരുന്തേനരുവി. എന്നിട്ട് അപ്പർ സൈഡിലാണ് പെരുന്തേനരുവി അല്ലേ? ആ ബിൽഡിംഗ് ഇരിക്കുന്ന ഭാഗത്തായിട്ടാണ്, അതിന്റെ താഴെ ഭാഗത്തായിട്ടാണ് പെരുന്തേനരുവി. എന്നിട്ട് ആ ആളിനെ പിന്നെ ജയിലിൽ പോയി കിടന്നു. പിന്നീട് ഇറങ്ങി വന്നപ്പോഴാണ് പുള്ളി കുറ്റക്കാരനല്ല എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലായി. ആ മാനസികാവസ്ഥയിൽ പുള്ളി ആത്മഹത്യ ചെയ്തു. ഓട്ടോക്കാരൻ കാരണം ആത്മഹത്യ ചെയ്തു. 2 കുഞ്ഞുങ്ങൾ, അവരുടെ വീട് പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പണി നടന്നില്ല, വീട് പണിയാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന അനുജന്റെ വീട്ടിൽ, ഈ മരിച്ച ആളുടെ അനുജന്റെ വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. നാട്ടുകാരെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ഒരു വീട് പണിയാൻ വേണ്ടി ഉള്ള ഇത് നോക്കുന്നുണ്ട്. അതിനകത്ത് വേണ്ട സഹായങ്ങൾ നമ്മുടെ ബദനി ആശ്രമത്തിന്റെ സുപ്പീരിയർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രീതിയിൽ എറമ്പാശൻ അതിന് വ്യക്തിപരമായ സഹായങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പണി തുടങ്ങുമ്പോൾ ഒരു കുറച്ച് സിമെന്റ് എടുത്ത് കൊടുക്കുകയോ, നല്ലവരായ എറമ്പാശന്റെ സുപ്പീരിയറാണ്, ബദനി ആശ്രമത്തിന്റെ സുപ്പീരിയറാണ് തോമസ് എറമ്പാശൻ വ്യക്തിപരമായിട്ട് ചെയ്തു കൊടുക്കുന്ന നല്ലവരെ അവരുടെ കുറെ ബന്ധുക്കളെ എന്ന് പറഞ്ഞു. അത് ഈ എറമ്പാച്ചൻ ഈ വീട് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സുപ്പീരിയർ, ബദനി ആശ്രമത്തിന്റെ സുപ്പീരിയർ തോമസ് എറമ്പാച്ചൻ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയെന്ന് പറ.
ഞങ്ങളിങ്ങ് നമ്മുടെ പെരുന്തൻഅരുവി മറ്റേ ഇതില്ലേ എന്താ ആ റോഡ് വഴി കയറി വരിക, മനത്തിൽ കൂടെ കയറി വരുവാ. ഹലോ ചേട്ടാ, ഡാമിന്റെ ഞങ്ങൾ അതിലേ വരുന്നേ. അല്ല ഡാമിന്റെ മണ്ടേ കയറി കോസ്വേ കയറി വരണം. അടച്ചു. ഇങ്ങനെ പോട്ടെ ആ കോസ്വേ കയറി വരണം. കോസ്വേയുടെ മേലോട്ടല്ലേ ചേരുന്നേ? ഇതോ ആ കോസ്വേ അങ്ങോട്ടല്ലേ? ആ പറഞ്ഞു ആ അതിലേ പോരണം. ഞങ്ങൾ ഇങ്ങ് വന്നു കുറെ. ഞങ്ങളിങ്ങ് നമ്മുടെ പാലത്തിന്റെ മണ്ട കയറാതെ റൈറ്റ് സൈഡിൽ കൂടെ ഈ കുരുമമൊഴിക്ക് കിടക്കുന്ന വഴിയില്ലേ, ഇതും ജംഗ്ഷനിലോട്ടല്ലേ വരുന്നത്? ആ ശരി ആ ഓ വരൂ. അയ്യോ സോറി, ക്ഷമിക്കണം. ക്ഷമിക്കണം. കഷ്ടം ദൈവമേ, അവര് പാവങ്ങളെ. അപ്പോൾ ഇത് ഈ റോഡേ ഇപ്പൊ എന്തായാലും റംബാച്ചൻ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. അതെ അങ്ങനെയൊക്കെ സാമൂഹ്യത്തിൽ ഓരോ കാര്യങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ല വിഷമം വന്നപ്പോ അങ്ങനെ ഒരാളുടെ അവസ്ഥ കണ്ടപ്പോ ചെയ്യുന്നു. എർമാച്ചന് ഇത് ആരും അറിയില്ലെന്ന് പിന്നെ ഞാനായിട്ട് ഇത് വ്യക്തിപരമായി അറിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതല്ല. അങ്ങനെയാണ് ഇതിന്റെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഇത് ഒരുപാട് നിരപരാധികളായ ആളുകൾ ക്രൂശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. പ്രമുഖന്മാർക്കും പവർ ഗ്രൂപ്പുകൾക്കും ഒരു വിഷയമില്ല. അവര് സന്തോഷമായിട്ടാണ് കാര്യങ്ങൾ ഓടുന്നത്. അവർക്ക് എന്തും ചെയ്യാമല്ലോ. അവർക്ക് എന്തും ചെയ്യാം. കണ്ടില്ലേ പത്തനംതിട്ട SP മറ്റേ പോലീസിന്റെ ഇതിനകത്ത് നിന്ന മരം മുറിച്ചോണ്ടല്ലേ? ആലോചിച്ച് നോക്കി. അതൊക്കെ ആരൊക്കെ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ MP വന്ന് അല്ല MLA വന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ നോക്കി എന്ത് രസമല്ലേ, എന്ത് അടിപൊളി സ്ഥലമാണ് അറിയാം. ഈ റോഡ് വന്നപ്പോ ഈ കുറുമ്പുരിക്കാർക്ക് എന്തൊരു ആശ്വാസമല്ലേ? തീർച്ചയായിട്ടും അത് ഈ റോഡ് വന്നതിന് ശേഷം കുറുമ്പുരിക്കാർക്ക് ഒരുപാട് ആശ്വാസമായി. അപ്പോൾ എന്തായാലും നല്ല രസകരമായിട്ടുള്ളൊരു റോഡും വൈബുമാണ് നമ്മൾ ഈ റോഡ് പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. എന്തായാലും കുറുമ്പുരിക്കാർക്ക് കോസ്വേ മുങ്ങുന്നതുകൊണ്ടേ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് എന്തായാലും കാര്യമല്ലേ? മനത്തിൽ കൂടെ ആയാലും അതെ ഇത് മുങ്ങാറുണ്ട്. എന്നാൽ അത്രയും എഫക്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ, അതിൽ കൂടെ ഒക്കെ പോകത്തില്ലേ? എന്തായാലും നല്ലൊരു വെള്ളം വന്നു കഴിഞ്ഞാൽ കുരുമ്പുഴി ഒറ്റപ്പെടും. അത് ശരിയാ. ഈ കയറി പോകുന്ന റോഡുകളല്ലേ, ഈ റോഡ് സൈഡിലൊക്കെ സ്ഥലങ്ങൾ മുങ്ങും. താമസ സ്ഥലങ്ങളൊക്കെ മുങ്ങും. കോൺക്രീറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം പിടിച്ച് അതെ. അപ്പൊ എന്തായാലും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പൊ എന്തായാലും ഞങ്ങൾ കുറുമ്പുമൊഴി എന്ന് പറയുന്ന ആ കുറുമ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ആനയുടെ ചെറിയ കുറുമ്പുകൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അതെ ആ കാണുന്ന അവിടെയാണ് കോസ്വേ കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു റോഡ് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ആദ്യമായിട്ട് എന്തായാലും ജെയ്സനും കൂടെ എനിക്കും കൂടെ അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചെറിയ ഇതിലേക്ക് വരാൻ പറ്റുന്നത് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് ഈ റൂട്ട് ആ അപ്പോൾ എന്തായാലും കുറുമ്പുമൊഴി ഇത് ജംഗ്ഷനിൽ ചെല്ലുമെന്നാണ് പറഞ്ഞല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ ആക്സിഡന്റ് ഉണ്ടായിരുന്നു, കാണാൻ വേണ്ടി വന്നതല്ലേ? ഞാൻ വന്നായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോ ഗൂഗിൾ മാപ്പുകാർ വരും. അപ്പൊ എന്തായാലും നല്ല രസകരമായിട്ടുള്ള കാര്യം. ഇവിടുത്തെ ജനങ്ങൾ വളരെ സങ്കടത്തിലാണ്. അതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ ഞാൻ ഈ വീഡിയോ ഫുള്ള് ഇങ്ങനെ കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മലയോര ജനത അല്ലേ? മലയോര ജനത ഒരുപാട് മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് തന്നെയാണ് വന്യജീവികളോടും മലമ്പാമ്പിനോടും തന്നെ വന്യജീവികൾ. ഇപ്പൊ തന്നെ ആനയുടെ വിഷയം, മലയാളാന്റെ വിഷയം, അങ്ങനെ ഒരു ഇതും നമുക്ക് കിട്ടത്തില്ല. മലയാളാന്റെ എന്തോ ശല്യമാണെന്നറിയാം. തേങ്ങ അതുപോലെ കുരങ്ങിന്റെ ഒരു സൈഡിൽ നമ്മളെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞാ തേങ്ങയുടെ കാര്യം. ഏതേ ഒരു തേങ്ങ ഇതേ നമ്മൾ ഓർക്കുന്ന ജനങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി പോകാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ അതാണ് സംഭവം. കാര്യം ഇവർക്ക് അതെ നമ്മൾ ജനങ്ങളെ നികുതി പണം കൊടുക്കുന്നതാണൊന്നും അല്ല. ഇവർക്ക് വേൾഡ് ബാങ്കിൽ നിന്ന് പൈസ കിട്ടും. പറഞ്ഞു മനസ്സിലായോ? അതാണ് സാർമാരുടെ ഇത്. കാരണം ഒരു തരത്തിലുള്ള കഷ്ടപ്പാടല്ലേ. ഒരു തരത്തിൽ കടുവ ഇറങ്ങി വന്ന് പ്രശ്നം കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മളവർക്കും ഈ പിന്നെ കുരങ്ങന്റെ ആക്രമണം ഉണ്ടാവും ഇല്ലെന്ന് പറഞ്ഞു. മലയണ്ണാന്റെ ആക്രമണം പിന്നെ ഈ കൃഷിക്കേ ഉള്ളൂ. നേരത്തെ ആണെങ്കിൽ ചക്ക തിന്നും. അത് ഇപ്പൊ എനിക്ക് ചക്ക തിന്നുന്നില്ല. ആരൊക്കെ ആയതുകൊണ്ട്
അതിനെ നമ്മുടെ തേങ്ങ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അയ്യോ ഞങ്ങളുടെ വീടിന്റെ അവിടെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങോട്ടാ? എനിക്ക് ചേട്ടാ കോസ്വേയിലോട്ട് പോന്നേ. ഇങ്ങോട്ടല്ലേ ഇതാ ടൗൺ അല്ലേ? അപ്പൊ നമുക്ക് മേളിലോട്ട് പോകാനൊക്കെ നമ്മൾ തിരിഞ്ഞ് നേരെ താഴോട്ടാണ് പോകുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഈ കോസ്വേയിലോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടം വരും. അത് തന്നെ സങ്കടം വരുന്നത് രാവിലെ കയറി ഇരുന്ന് തേങ്ങ അങ്ങ് അടിക്കുക. എന്തോ ചെയ്യേണ്ടത് അത് തന്നെ. കൂളായിട്ട് അല്ല, നേരത്തേക്ക് ശബ്ദം കേട്ടാൽ ഇത് ഓടുമായിരുന്നു. ശബ്ദം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് ഓടത്തില്ല. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തറയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെ തേങ്ങ കയറാൻ അറിയാമെങ്കിൽ അപ്പൊ എന്തായാലും നമ്മള് കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പൊ ഈ തേങ്ങ കയറുന്ന നമ്മള് കഴിഞ്ഞ ദിവസം ഇവിടെ വണ്ടി തിരിച്ചത് തന്നെ ഈ ഭാഗത്ത് നിന്നാ വണ്ടി തിരിച്ചത്. ഞങ്ങളിപ്പോ ആ റൂട്ട് വഴിയാണ് പോകുന്നത്. കോസ്വേ കണ്ടു പിന്നെ അവിടെ നമ്മൾ പാലം പണി കണ്ടില്ലായിരുന്നോ? ആ പാലം തൊട്ട് താഴെ ഒരു താൽക്കാലിക പാലം ഒക്കെ ഉണ്ട് കേട്ടോ. അന്ന് നമ്മളവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്താണ്. മുട്ടിക്കിടക്കുക വെള്ളം മുട്ടിക്കിടക്കുകയാണ്. എന്നാ ചെയ്യാനായിട്ട് ജയ്സണ്ണ നോക്കിയേ, വെള്ളം മുട്ടിക്കിടക്കുക. കോസോടെ കൈവരിയൊക്കെ പോയല്ലോ. നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തോ പരിപാടി എന്തോ ചെയ്യുന്നുണ്ടല്ലോ അവരെ. ചോദിക്കണം അവരോട് എന്താ ഒന്നും കൈവരി വെച്ചാ നിക്കത്തില്ലല്ലേ? അടിച്ചു പോകും. ഇതെന്നാ പറ്റി? ബണ്ട് കെട്ടും അല്ലേ? ബണ്ട് കെട്ട് കാരണം അതായത് മെയിനായിട്ട് കണ്ടു മൂടും. കാരണം അവിടെ ആന ഇറങ്ങട്ടെ, ഞങ്ങൾ തിരിച്ചു വരാം കേട്ടോ. പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ അവരോട് നമ്മൾ പിന്നെ കഥ ചോദിക്കാം അല്ലേ? നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ആന അവിടെ നിൽപ്പുണ്ട്. ആനയുടെ ഒരു ഇത് ശാശ്വത പരിഹാരം. ബാക്കി എന്തും നമുക്ക് സഹിക്കാം. ആന കയറി വന്നിട്ട് ആനയ്ക്ക് വെളിവുമില്ല വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിലാണ് ആനയുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതൊന്ന് ആദ്യം തീരട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം ഇതേ. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് റൈറ്റിലോട്ടല്ലേ നമുക്ക് പോകട്ടെ? ലെഫ്റ്റിലോട്ട് നമുക്ക് ലെഫ്റ്റ് ആണോ? ചോദിക്കാം ഇവിടെ വന്നിട്ട് ചേട്ടാ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം വഴിയിൽ ഇറങ്ങി നിൽപ്പുണ്ട്. വലത്തോട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നാ പറഞ്ഞത്. അയ്യോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ അളിയ? മനുഷ്യൻ്റെ ഒരു അവസ്ഥകളെ. ആന വഴി ഇറങ്ങി നിൽക്കുന്നു. എല്ലാവരും കൂടെ ആനയെ ഓടിക്കാൻ വേണ്ടി രാവിലെ പണിക്ക് പോലും പോകാതെ ആനയെ ഓടിക്കാൻ വേണ്ടി നമ്മളത് ഇറങ്ങി വഴി നിൽക്കുന്നു. അവസ്ഥ അല്ല അതെന്ത് പറയാൻ? ആരോട് പറയാനാ? നല്ല ഉദ്യോഗസ്ഥരെ ഒന്നും കാണാനില്ല. അത് തന്നെ അവർക്ക് അവരുടെയൊക്കെ ആനയില്ലേ? അല്ലല്ല ആ ഭാഗത്ത് അവിടെ നിൽപ്പുണ്ട്. അതെ ആൾക്കാർ നിൽക്കുന്നു. അയ്യോ അവിടുന്ന് ഇവിടെ വരെ വരുന്നതിനാണ് പാട്. ഇവിടെയാണ് ആന നിൽക്കുന്നത്. നമ്മളാന്ന് വിളിച്ചേ? നമസ്കാരം. എവിടെ നിൽക്കുന്നത്? അയ്യോ ഇവിടോ? ഈ കരയല്ല, നമ്മുടെ ജനവാസ കരയിൽ തന്നെ. അക്കരക്കര കാടാണോ? അതോ അതും അവിടെ കട്ടിങ് കേട്ടോ.